ചാർജസ് നമ്മളൊരു കണ്ടക്ടറിലോട്ട് കൊടുക്കുമ്പോഴേക്കും ചാർജസ് ഒരിടത്ത് നിൽക്കുന്നു. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിലോട്ട് നമ്മൾ ഒരു ചാർജ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ചാർജസ് ഇൻസ്റ്റന്റേനിയസ്ലി അതിൻ്റെ മെറ്റീരിയലിൽ അതിൻ്റെ സർഫസിൽ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ അങ്ങനെ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ സീറോ ആകുന്നു. അതായത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് അല്ലേ. അതിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നു. ഈ ഒരു കേസിൽ നമ്മുടെ ചാർജസ് പെട്ടെന്ന് തന്നെ റെസ്റ്റിലോട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴേക്കും ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് രണ്ട് കണ്ടക്ടർ എടുക്കാം. ഈ രണ്ട് കണ്ടക്ടറിലും ചാർജുകളുണ്ട്. ഓരോ കണ്ടക്ടറിനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺഫിഗറേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ഷേപ്പാണ്, രണ്ടുപേരും ചാർജ്ഡ് ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടക്ടേഴ്സിനും ഡിഫറെൻറ്റ് എബിലിറ്റിയാണ് ഒരു ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ പറയും ഈ രണ്ട് കണ്ടക്ടേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, V1 ഉം V2 ലെറ്റ്സ് സേ. അപ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഈസ് ഗ്രേറ്റർ ദാൻ V2. രണ്ടും ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഫസ്റ്റ് കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സെക്കൻഡ് വൺ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടക്ടറിനെ നമ്മളൊന്ന് കണക്ട് ചെയ്യണം. ഈ രണ്ട് കണ്ടക്ടറിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 കൂടിയ പൊട്ടൻഷ്യലിൽ നിന്നും കുറഞ്ഞ പൊട്ടൻഷ്യലോട്ട് ചാർജ് ഡിസ്പ്ലേസ് ആകുന്നു, അല്ലെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നു. എ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ടേക്സ് പ്ലേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. ചാർജിൻ്റെ ട്രാൻസ്ഫർ എപ്പോഴൊക്കെ നടക്കുന്നോ അപ്പോഴൊക്കെ നമുക്കൊരു ഇലക്ട്രിക് കറണ്ടിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു ചാർജിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ചാർജസ്. ഈ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ അതിനെ കറണ്ട് എന്ന് പറയും. ഇലക്ട്രിക് ചാർജ് കറണ്ട്. ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ. നമ്മൾ എടുക്കുന്ന ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ചാർജായിട്ട് എടുത്ത് അത് കാരണമുള്ള കറണ്ട്, ഇലക്ട്രിക് ചാർജ് കറണ്ട്. അപ്പോൾ ഇത് ഇൻ പ്രിൻസിപ്പിൾ സോളിഡ് വഴി നടക്കാം. സോളിഡ് വഴി നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് വെച്ച് നടക്കാം, അല്ലെങ്കിൽ ഗ്യാസ്. അതായത് ഈ മൂന്ന് ഡിഫറെൻറ്റ് മീഡിയം. ഇനി അടുത്ത് പ്ലാസ്മ എടുക്കണമെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പ്ലാസ്മ എടുക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഇലക്ട്രിക് ചാർജസിൻ്റെ കറണ്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ സോളിഡ് വഴി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ. ഒരു സോളിഡ് മീഡിയം എന്ന് പറയുമ്പോഴേക്കും കണ്ടക്ടർ ആവുന്ന ഒരു മീഡിയം വഴിയാണ് ചാർജസ് പോകുന്നത്. ഇനി അടുത്ത് ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഉള്ള ഒഫീഷ്യൽ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ്സിൽ അയോൺസിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുക. ഇനി അടുത്ത് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും അയോൺസ് ആണുള്ളത്. ഗ്യാഷ്യസ് അയോൺസ്, മോളിക്യൂൾസിനെ അയോൺസ് ആക്കി ആ അയോൺസ് ആണ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂന്ന് സിറ്റുവേഷനിൽ നമുക്ക് ഇലക്ട്രിക് കറണ്ട് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രൂ സോളിഡ്സ്, ഇലക്ട്രിക് കറണ്ട് ത്രൂ സോളിഡ്സ്, എസ്പെഷ്യലി ത്രൂ കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കറണ്ടിനെ കുറിച്ച് ഒരു മാത്തമാറ്റിക്കൽ ഒരു ഐഡിയ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരും. നമ്മളൊരു കണ്ടക്ടർ എടുക്കണം. ആ കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യണം. ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. അതുവഴി ഒരു ഡെൽറ്റ ക്യൂ ചാർജ് പോവുകയാണ്. ആ ഡെൽറ്റ ക്യൂ ചാർജ് ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട് ഈ എ വഴി കടന്നു പോയി. അപ്പോൾ അതിൻ്റെ പാത്ത് കാണിക്കുന്നതാണ് ഈ ആരോ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ചെയ്യാം. ഇഫ് ഡെൽറ്റ ക്യൂ ചാർജ് ക്രോസസ് ആൻ ഏരിയ എ ഇൻ ഡെൽറ്റ ടി ടൈം, ദെൻ ഇലക്ട്രിക് കറണ്ട് ഐ ത്രൂ ദി ഏരിയ. ഈ ഏരിയ വഴിയുള്ള കറണ്ടിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ഐ ഈക്വൽസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ഇതിനെ ഈ കറണ്ടിനെ നമ്മൾ ഏരിയ ആയിട്ടും ചാർജുമായിട്ടും ടൈമുമായിട്ടും നമ്മൾ റിലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഫൈനലി നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് കിട്ടും. അതാണ് കറണ്ടിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അപ്പോൾ ഇനി കറണ്ട് ഐയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി നമുക്കറിയാം. കറണ്ട് ഞാൻ നേരത്തെ ഡയഗ്രാമിൽ കറണ്ടിൻ്റെ പാത്തും കൂടെ കാണിച്ചായിരുന്നു, ഒരു ആരോ വെച്ച്. അപ്പോൾ നമ്മൾ ചോദിക്കും കറണ്ട് എന്ന് പറയുന്നത് സ്കെലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സ്കെലാർ. എന്തുകൊണ്ടാണ് കറണ്ടിനെ സ്പെഷ്യൽ സ്കെലാർ എന്ന് പറയുന്നത്? കാരണം കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ഐ ഈക്വൽസ് ഡി ക്യൂ ബൈ ഡി ടി, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അത് മാഗ്നിറ്റ്യൂഡ് വരുന്നു. ബട്ട് വാട്ട് അബൌട്ട് ഡയറക്ഷൻ? കറണ്ടിൻ്റെ ഡയറക്ഷനുമുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് ദി ഫ്ലോ ഓഫ് ചാർജസ് ഏത് ഡയറക്ഷനാണ് പോകുന്നത്, ഏത് വേയിലാണ് പോകുന്നത്, ഏത് വഴിയാണ് പോകുന്നത്, അതായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ തരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉണ്ട്. അപ്പോൾ എങ്ങനെ സ്കെലാറായി?
അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി സ്കേലാർ അല്ലെങ്കിൽ വെക്റ്റർ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടോ ഇല്ലയോ എന്ന് ഓർത്തല്ല. അത് ഡിസൈഡ് ചെയ്യുന്നത് അത് വെക്റ്റർ അഡീഷൻ അല്ലേ, വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, വെക്റ്റർ അഡീഷൻ, ഇതേപോലെ വെക്റ്ററിൻ്റെ ഓപ്പറേഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് വെച്ചാണ്. അപ്പോൾ കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ അത് വയലേറ്റ്സ് വെക്റ്റർ അഡീഷൻ. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അത് ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, എന്നിരുന്നാൽ തന്നെയും അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, അതൊരു സ്പെഷ്യൽ സ്കേലാർ എന്ന് നമുക്ക് പറയാം. പിന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബെയർ ആണ്. അതിൻ്റെ ക്യാപിറ്റൽ എ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി അടുത്ത് കറണ്ട് നമുക്കറിയാം ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കറണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു വയർ, ആർബിട്രറി വയർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ വയറിൽ ചാർജസ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ, ഒരു ക്രോസ് സെക്ഷൻ ഞാൻ എടുത്തപ്പോഴേക്കും അതുവഴി ഐ കറണ്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ ആരോ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്വാണ്ടിറ്റി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ പാത്ത് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഏരിയ ഇല്ലേ, ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അതിന് നമുക്ക് ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷന് നമ്മുടെ കറണ്ടിൻ്റെ പാത്തും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, അതിന് തീറ്റയായിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒരു ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പേരിൽ തന്നെയുണ്ട് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ. കറണ്ടിൻ്റെ ഡെൻസിറ്റി, ഇപ്പോൾ എന്താണ് കറണ്ടിൻ്റെ ഡെൻസിറ്റി? അതിനെ നമ്മൾ ജെ വെക്റ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിൻ്റെ ഡെൻസിറ്റി നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ജെ ഡോട്ട് എ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ക്വാണ്ടിറ്റിയാണ് ജെ. ആ ജെയെ നമ്മൾ ഏരിയ വെക്റ്ററായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. ഏതൊരു ക്വാണ്ടിറ്റി ആണോ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഏരിയ വെക്റ്റർ ഗീവ്സ് കറണ്ട്, അതിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ എന്ന് പറയുക. ഒരു റിവേഴ്സ് ആയിട്ട് നമ്മളിനെ ഡിഫൈൻ ചെയ്യുകയാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ വെച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് അല്ലേ, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്. ഒരു വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്കേലാർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉത്തരം സ്കേലാർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോർമുല ഒരിക്കൽ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, ദ ഫാക്ട് ദാറ്റ് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഈ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ, കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ ജെയുടെ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, ജെയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഐ ബൈ എ കോസ് തീറ്റ. ഓക്കെ, ജെ ഡോട്ട് എ എന്ന് പറയുമ്പോഴേക്ക് ജെ എ കോസ് തീറ്റയാണ്. അപ്പോൾ എ കോസ് തീറ്റ താഴെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഈസ് എലോങ് ദി ഫ്ലോ ഓഫ് ചാർജസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനുമായി മാഗ്നിറ്റ്യൂഡായി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ജസ്റ്റ് ഈ ഫോർമുലയിൽ നിന്ന് കിട്ടുന്നു, ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. കറണ്ട് ത്രൂ എ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണ്ടക്ടറിനെ എങ്ങനെ നമ്മൾ ഫിസിക്സിൽ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, എന്തുകൊണ്ടാണ് ഒരു മെറ്റീരിയൽ കണ്ടക്ടർ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു കണ്ടക്ടറിനെ മോഡൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ കണ്ടക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ആർബിട്രറി ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പുള്ള മെറ്റീരിയലിൽ രണ്ട് ആൾക്കാരുണ്ട്. ഒരു ആൾക്കാരെന്ന് പറയുമ്പോൾ, ഒരു ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും പോസിറ്റീവ് അയോൺ ലാറ്റിസ് ആണ്. പിന്നെയുള്ളത് നമുക്കുള്ളത് ലാർജ് നമ്പർ ഓഫ് മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിൽ കുറേ ഫ്രീ ആയിട്ടുള്ള ചാർജസ് ഉണ്ട്, അതിന് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മെറ്റീരിയലിന് ത്രൂ ഔട്ടായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ത്രൂ ഔട്ടായിട്ട് അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴേക്കും അതിന് ഒരു പോസിറ്റീവ് ലാറ്റിസ് ഉണ്ട്, പോസിറ്റീവ് അയോൺസ്. ഈ അയോൺസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മച്ച് ഹെവിയർ ദാൻ ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് അയോൺസ് ഉണ്ട്, ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പോസിറ്റീവ് അയോൺസ് ഉണ്ട്, അതിന് ചുറ്റും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ചാർജസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ നമുക്കറിയണം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ജസ്റ്റ് ഇലക്ട്രോൺസ് അല്ല, ഫ്രീ മൊബിലൈസബിൾ ഇലക്ട്രോൺസ്. അത് കൂടുതലുള്ള മെറ്റീരിയൽ ഏതാണോ അതാണ് കണ്ടക്ടർ. അപ്പോൾ നമുക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ, ഓക്കെ, അറ്റ് റൂം ടെമ്പറേച്ചർ ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു, പോസിറ്റീവ് ലാറ്റിസും ഫ്രീ ഇലക്ട്രോൺസും. ഈ പോസിറ്റീവ് ലാറ്റിസ് അയോൺസിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ് റൂം ടെമ്പറേച്ചർ ജസ്റ്റ് സ്റ്റേഷനറി ആണെന്ന് നമുക്കറിയാം.
എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ സ്റ്റേഷനറി പൊസിഷൻ ബേസ് ചെയ്തത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തെർമൽ എനർജി, ഒരു തെർമൽ വൈബ്രേഷൻ അതിന് കാണും. പിന്നെ നമ്മൾ അത് കുറച്ച് ഹെവി ആയതുകൊണ്ടാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ജസ്റ്റ് ഇറ്റ് ക്യാൻ വൈബ്രേറ്റ് അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. പിന്നെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ഇലക്ട്രോൺസ് ഈ തെർമൽ എനർജി ബേസ് ചെയ്ത് അത് ഫുള്ളായിട്ട് റാൻഡമായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ രണ്ട് കാര്യം നടക്കുന്നു. തെർമൽ എനർജി ബേസ് ചെയ്തിട്ടുള്ള വൈബ്രേഷനും തെർമൽ എനർജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ റാൻഡം മോഷൻ. അതാണ് നമുക്കൊരു കണ്ടക്ടറിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം നമുക്കൊരു പോസിറ്റീവ് ലാറ്റിസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ലാറ്റിസിൽ ഒരു ഇലക്ട്രോൺ വരികയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ വന്നു, അതൊരു ലാറ്റിസ് സൈറ്റിൽ ഹിറ്റ് ചെയ്തു. ഓക്കെ, ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ അടുത്തത് വേറെ ഏതോ ഒരു ഡയറക്ഷൻ പോകും. അതിന് തന്നെ അറിഞ്ഞൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഒരിടത്ത് ഹിറ്റ് ചെയ്യുന്നു, അത് വേറെ ഇടത്തോട്ട് പോകുന്നു. ഒരു ഡ്രങ്കാർഡിനെ മാതിരി, ഓക്കെ, ഒരു ഡ്രങ്കാർഡിനെ മാതിരി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഹിറ്റ് ചെയ്ത് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പാത്തായിരിക്കും നമ്മുടെ ഇലക്ട്രോൺ എക്സിക്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് ഇതിനൊരു റാൻഡം സിക്സാക് മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. അപ്പോൾ ഒരു പാത്തും മറ്റൊരു പാത്തും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ എപ്പോഴും 0 ആയിരിക്കും. അത് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തട്ടാൻ, വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ടും പോകാം. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഇലക്ട്രോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താ? വെലോസിറ്റി ആയി. അപ്പം ആവറേജ് വെലോസിറ്റി ഫോർ ആൻ ഇലക്ട്രോൺ ഈസ് 0 ഫോർ റാൻഡം സിക്സാക് മോഷൻ. അപ്പോൾ അതായത് ഒരു ഇലക്ട്രോൺ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലോട്ട് പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ നെറ്റ് ചാർജ് ട്രാൻസ്പോർട്ട്. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടും പോകാം. അതുകൊണ്ട് നമ്മൾ പറയുന്നു നോ നെറ്റ് ചാർജ് ട്രാൻസ്പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ്. ഏത് കണ്ടക്ടർ എടുത്താലും അറ്റ് റൂം ടെമ്പറേച്ചർ ചാർജിന് ഒരു നെറ്റ് ട്രാൻസ്പോർട്ട് കാണില്ല, അല്ലെങ്കിൽ കറണ്ട് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു കോപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കോപ്പർ വയറോ ഇങ്ങനെ വെറുതെ റൂം ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കറണ്ട് കാണാൻ കഴിയാൻ പറ്റുമോ? അല്ലേ? അതിൽ നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് മാത്രമേ കണ്ടു. അല്ലാതെ നമ്മൾ ഒരു വയർ എടുത്ത് അതിനെ നമ്മൾ ബൾബിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കറണ്ട് കിട്ടില്ല, ബൾബ് ഗ്ലോയിങ് ചെയ്യില്ല. കാരണം എന്ന് പറയുമ്പോൾ നെറ്റ് കറണ്ട് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ എവറി കണ്ടക്ടർ ഈസ് 0. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൂം ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിന് വെച്ചു. ഇനി ആ റൂം ടെമ്പറേച്ചറിൽ വെച്ച കണ്ടക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് അറ്റത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? അതിനൊരു ബാറ്ററി ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുന്നു, അതിൻ്റെ രണ്ട് അറ്റവും ഞാൻ ബാറ്ററിയുടെ രണ്ട് അറ്റമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ആകുന്നു. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കണ്ടക്ടർ ഉണ്ട്, നമുക്കറിയാം കണ്ടക്ടർ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ മൊബിലൈസ്ഡ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കണ്ടക്ടർ കണക്ട് ചെയ്തപ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. വളരെ മൈൽഡായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നമുക്കറിയാം ചാർജ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം. പക്ഷേ നമ്മുടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോലെ ഇരിക്കും, അല്ലേ? ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ will always be opposite to the direction of electric field. അപ്പോൾ നമുക്ക് എഴുതാം F equals the force that is experienced by electron in the presence of an external applied field, that is E. അതിന് നമുക്ക് മൈനസ് ഇ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ ദി ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ഗസ് ചെയ്യാം? ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഗസ് ചെയ്യാം ഈ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് പറ്റും? അത് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഇലക്ട്രോണിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യണം, ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ആണ്. ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു, അത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അതൊരു ലാറ്റിസ് സൈറ്റിൽ ഹിറ്റ് ചെയ്തു. ലാറ്റിസ് സൈറ്റിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ അത് കുറച്ച് സമയത്തേക്ക് അത് റെസ്റ്റിൽ പോകും. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി വാനിഷ് ആകും, 0 ആയി. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയെന്ന് വിചാരിക്കുക. അടുത്ത് വീണ്ടും അത് ഇലക്ട്രിക് ഫീൽഡിൽ ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ് ചെയ്ത് എവിടെയാ? അടുത്ത ലാറ്റിസ് സൈറ്റിൽ ഹിറ്റ് ചെയ്യുന്നത് വരെ അത് ആക്സിലറേറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ വെലോസിറ്റി 0 ആയി. ഇനി അടുത്ത് അത് വീണ്ടും ആക്സിലറേറ്റ് ചെയ്യും.
അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഇലക്ട്രോൺ അപ്ലൈ ചെയ്യുന്ന കാര്യം. ഇലക്ട്രോൺ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മോഷൻ. അത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഒരിടത്ത് ആക്സിലറേറ്റ് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യുന്നു, സീറോ ആവുന്നു, വീണ്ടും ആക്സിലറേറ്റ് ചെയ്യുന്നു, വെലോസിറ്റി സീറോ ആവുന്നു. അപ്പോൾ വെലോസിറ്റി സീറോയും ആക്സിലറേഷൻ, വെലോസിറ്റി സീറോയും ആക്സിലറേഷൻ, ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും, റാൻഡം ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു ഇലക്ട്രോണ് ഫീൽഡിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. അപ്പോൾ ഇതിന്ന് എങ്ങനെ നമുക്ക് വേണ്ട ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് നടക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്യാണ് എൽ എന്ന് പറയുന്ന ഒരു നമ്പർ. എന്താണ് എൽ എന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൊളിഷൻസ്. രണ്ട് കൊളിഷന് ഇടയ്ക്കുള്ള ഏകദേശം. ഓക്കെ, ഇതൊരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൽ പല ടൈപ്പ് ഡിസ്റ്റൻസ് ആവാം. എന്നാലും ഒരു ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൊളിഷൻസ് എന്താണ്, അത് ക്വാണ്ടിഫൈ ചെയ്യുന്ന പാരാമീറ്ററാണ് എൽ. അത് നമുക്ക് വേണമെങ്കിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. അപ്പോൾ മീൻ ഫ്രീ പാത്ത് മസ്റ്റ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി ലാറ്റിസ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അയോൺസ്. ഓക്കെ, പോസിറ്റീവ് അയോൺസ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ടൗ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതൊരു ടൈം പാരാമീറ്റർ ആണ്. എന്തിൻ്റെ ടൈമാണ്? ദ ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കൊളിഷൻസ്. അപ്പോൾ രണ്ട് കൊളിഷൻ ഇടയ്ക്കുള്ള സമയവും രണ്ട് കൊളിഷൻ ഇടയ്ക്കുള്ള ദൂരവും. അപ്പോൾ എൽ ആൻഡ് ടൗ. അപ്പോൾ അതിനെ നമുക്ക് കൊളിഷൻ ടൈം അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം എന്ന് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. റിലാക്സേഷൻ ടൈം എന്ന് പറയാൻ കാരണം എന്താ? ഇത് ആക്സിലറേറ്റ് ചെയ്ത് വീണ്ടും സീറോ ആയി പോവുക, ഒന്ന് റിലാക്സ് ചെയ്യാണ്, വീണ്ടും അത് ആക്സിലറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്കുള്ള ആ ഒരു ദൈർഘ്യം, സമയത്തിൻ്റെ ദൈർഘ്യമാണ് ടൗ. അപ്പോൾ മീൻ ഫ്രീ പാത്തുമായി റിലാക്സേഷൻ ടൈമുമായി. പിന്നെ നമുക്ക് ഒരു കാര്യം എന്ന് പറയുമ്പം നമുക്ക് ആക്സിലറേഷൻ അറിയാം അല്ലേ? ആക്സിലറേഷൻ അറിയാം, എൽ അറിയാം, ടൗ അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല, നമ്മൾ കൈനമാറ്റിക് എക്സ്പ്രഷൻ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴേക്കും യു സീറോയാണ് അല്ലേ? യു എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാത്തിനിടയ്ക്ക് നമ്മൾ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് ഇത്രയും ദൂരം എല്ലാണ്. ഇനീഷ്യൽ വെലോസിറ്റി സീറോയാണ്. അപ്പോൾ യു ടി എന്ന് പറയുമ്പോൾ സീറോ ആയി. ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ആക്സിലറേഷൻ ടി സ്ക്വയർ, ഇതിനിടയ്ക്കുള്ള ടൈം എത്രയാണ്? ടൗ. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതാൻ കഴിയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ബിറ്റ്വീൻ ടു കൊളിഷൻസ്. അപ്പോൾ എൽ ഈക്വൽസ് ഹാഫ് എ ടൗ സ്ക്വയർ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം രണ്ട് കൊളിഷൻ ഇടയ്ക്ക് നമ്മുടെ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പറയാൻ വേണ്ടി നമ്മൾ അതിനെ വി ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൽ മീൻ ഫ്രീ പാത്ത് ഡിവൈഡഡ് ബൈ ടൗ കൊളിഷൻ ടൈം, ഇതാണ് നമ്മൾ ഡ്രിഫ്റ്റ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ വഴി, ഹാഫ് എ ടൗ സ്ക്വയർ ഡിവൈഡ് ബൈ ടൗ. അപ്പോൾ ടൗവും ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് ഒരു നീറ്റായിട്ടുള്ള ആക്സിലറേഷൻ ഹാഫ് എ ടോ എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ആക്സിലറേഷൻ്റെ ഫോർമുലയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇതിൽ എയും കൂടെ ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുമ്പോഴേക്കും ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഈ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക, ഇ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും, ഹാഫ് എക്ക് പകരം ഇ ബൈ എം ഇൻറ്റു ടൗ. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മളൊരു മൈക്രോസ്കോപ്പിക് മോഡൽ, ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ മോഡൽ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉള്ളത്? കൊളിഷൻ ടൈം ഉണ്ട്, റിലാക്സേഷൻ ടൈം ഉണ്ട്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, മാസ് ഓഫ് ദി ഇലക്ട്രോൺ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, ഇത്രയും ഫാക്ടേഴ്സിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചില ക്വാണ്ടിറ്റീസിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ഹാഫ് ഇ ടൗ ബൈ എം ഇൻറ്റു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഈ ടൗ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ എടുത്താലും ഒരു മെറ്റീരിയൽ, ഞാൻ ഏതൊരു ആർബിട്രറി മെറ്റീരിയൽ എടുക്കണം, ആ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ടൗവിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ മാറ്റി കഴിഞ്ഞാൽ ടൗവിൻ്റെ വാല്യൂ മാറും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഗസ് ചെയ്യാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോഴേക്കും, ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുമ്പോഴേക്കും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്, ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഹാഫ് ഇ ടോ ബൈ എം ഇൻറ്റു ഇ. ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുമ്പോഴേക്കും അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. പിന്നെ ഏതൊക്കെയാണ് നമുക്കിതിനെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് സ്പീഡ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കുള്ളത് ഈ ഒരു സർക്കിൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയാണ്, ഇ ടോ ബൈ എം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമുക്ക് ഓൾറെഡി അറിയാം ടൗ, കൊളിഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ്. മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടൗ. അതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. പിന്നെ
ഇയും എമ്മും മാസ് ഓഫ് ദി ചാർജ് കാരിയർ അതുപോലെ തന്നെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജ് ഏത് ചാർജാണോ മൂവ് ചെയ്യുന്നത് ആ മൂവ് ചെയ്യുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ രണ്ട് കാര്യം മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഫൈനലി നമുക്ക് പറയാം ഡയറക്ഷൻ ഓഫ് ദി ഡ്രിഫ്റ്റ് സ്പീഡ്. ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് സ്പീഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഒരു പോസിറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ നമ്മുടെ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ചാർജ് കാരിയർ ആയിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആക്സിലറേഷൻ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഫൈനലി ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ല. റൂം ടെമ്പറേച്ചറിൽ ഒരു സിസ്റ്റത്തിനെ വെക്കുകയാണ്, ഒരു കണ്ടക്ടറിനെ വെക്കുകയാണ്. ഇറ്റ് വിൽ ഹാവ് സീറോ കറണ്ട് ആൻഡ് ദേ വോണ്ട് ബി ചാർജ് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് സ്പീഡും സീറോ ആയിരിക്കും. ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ ട്രാൻസ്പോർട്ടിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ചാർജ് നെറ്റായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ലെങ്കിൽ ഡ്രിഫ്റ്റ് സ്പീഡ് സീറോ ആയി, കറണ്ടേ സീറോ ആയി. അതുകൊണ്ട് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രിഫ്റ്റ് സ്പീഡ് കാണൂ. ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ദേ വോണ്ട് ബി എനി ഡ്രിഫ്റ്റ് സ്പീഡ്. ഫൈനലി എത്രയാണ് ഒരു ഡ്രിഫ്റ്റ് സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്? നമ്മൾ സാധാരണ നമ്മളറിയാം, നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബൾബ് കത്തും അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇലക്ട്രോൺ ആണെങ്കിൽ ഞൊടിയിടയിൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് മൂവ് ചെയ്തത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല ഇട്ടിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റൽ ടൗ ഒക്കെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഡിറ്റർമിൻ ചെയ്യുക. ടൗവിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ഡിറ്റർമിൻ ചെയ്ത വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 0.1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് പറയാം ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രോൺ പോകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 1 മില്ലിമീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ 0.1 മില്ലിമീറ്റർ പെർ സെക്കൻഡോ ആണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടർ വഴി വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓംസ് ലോയ്ക്ക് തന്നെ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒന്ന് ജനറലൈസ്ഡ് ഓംസ് ലോയും അതിൻ്റെ സ്പെഷ്യൽ വെർഷനും. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ ജനറലൈസ്ഡ് ഓംസ് ലോ എന്താണെന്ന് പറയാം. ഈ ജനറലൈസ്ഡ് ഓംസ് ലോ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഫീൽഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ചാർജസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ചാർജസ് മൂവ് ചെയ്യുന്നതിനെ എങ്ങനെ ചാർജസ് മൂവ് ചെയ്യാം അതിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി വെക്ടർ വെച്ചാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ആ മെറ്റീരിയൽ റെസ്പോണ്ട് ചെയ്യുന്നു, ചാർജസ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അതാണ് നമ്മൾ ഈ ജനറലൈസ്ഡ് ഓംസ് ലോ വെച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു മോഡൽ കണ്ടക്ടർ എടുക്കാം. ആ കണ്ടക്ടറിൽ ഇലക്ട്രോൺ ഉണ്ട്, നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തു, ഇലക്ട്രോൺസ് പയ്യെ ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഡയഗ്രാം വെച്ച് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇലക്ട്രോൺസ് പയ്യെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏരിയ എ ആണ്. വി എന്ന് പറയുന്ന സ്പീഡ്, അത് ഡ്രിഫ്റ്റ് സ്പീഡ്, ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട് ഇത്ര ദൂരം അത് പോകും അല്ലേ? ഡ്രിഫ്റ്റ് സ്പീഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി ഡി ടി. ഈ ഡി ടി സമയം കൊണ്ടാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഇലക്ട്രോൺ വന്നത്. അപ്പോൾ ഇലക്ട്രോൺ സഞ്ചരിച്ച ദൂരം എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് സ്പീഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ടൈം ടേക്കൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെങ്തും അറിയാം, ഏരിയ അറിയാം. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വോളിയം, ഈ ഒരു ചെറിയ സിലിണ്ടറിൻ്റെ വോളിയം ഡി വി എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി വി എന്ന് പറയുമ്പോൾ എന്താ? ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത്, അതായത് വി ഡി ഡി ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി ഒരു കാര്യം കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ എന്ന് പറയുന്ന പാരാമീറ്റർ. എൻ എന്ന് പറയുന്നത് ഒരു ഡെൻസിറ്റിയാണ്. എന്തിൻ്റെ ഡെൻസിറ്റി? ഈ ഒരു വോളിയത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി, അതായത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ ഡി വി വോളിയൂമിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ ഈ വോളിയം, അതാണ് നമുക്ക് എൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി, നമ്പർ ഡെൻസിറ്റി എന്ന് പറയും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ ദ വോളിയം.
അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം അറിയാം. നമുക്കപ്പം ഡി ക്യൂ ഈ ഒരു വോള്യത്തിൽ എത്ര ചാർജ് ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് NdV എന്ന് പറയുമ്പോൾ എന്താ? നമ്പർ അല്ലേ? നമ്പർ ഡെൻസിറ്റി ടൈംസ് വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വോള്യത്തിൽ എത്ര മാത്രം ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കിട്ടുന്നു. പക്ഷേ അതിനെ നമ്മൾ നമ്പർ മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ബൈ ചാർജ്, എലമെന്ററി ചാർജ് E. അപ്പോൾ നമുക്ക് NdV ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NaVdt അല്ലേ? എന്നും ഡി വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, AVdt. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ഇയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു വോള്യത്തിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കിട്ടി. പിന്നെ അതിനെ നമ്മൾ DT വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ ഒരു വോള്യത്തിലൂടെ എത്രമാത്രം കറണ്ട് പോയെന്ന് കിട്ടില്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ I = dQ/dt. ഓൾറെഡി നമുക്ക് dQ അറിയാം, NaVdt. അപ്പോൾ അതിനെ DT വെച്ച് ഡിവൈഡ് ചെയ്തു. dt നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഒരു ഫോർമുല കിട്ടി ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് സ്പീഡ് അല്ലേ? NaVdE. അപ്പോൾ അതിന് നമുക്ക് ഇനി അതിനെ ഈ കറണ്ടിനെ A വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് കറണ്ട് ഡെൻസിറ്റി കിട്ടി. അപ്പോൾ J എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ I/A. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ A വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് NVDE. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയെയും കറണ്ടിനെയും രണ്ടുപേരെയും നമുക്ക് ഡ്രിഫ്റ്റ് സ്പീഡിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രിഫ്റ്റ് സ്പീഡിൻ്റെ മൈക്രോസ്കോപ്പിക് മോഡലിൽ ടൗവിൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ J = NVD നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ½ E അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ M × E. ഇത്രയാണ് നമ്മൾ VDയുടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, നമ്മളെ ഫിസിക്കൽ മോഡൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മൾ ക്യാപിറ്റൽ E ഒരു സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും NE² ടൗ ഡിവൈഡ് ബൈ M ഇൻറ്റു ക്യാപിറ്റൽ E എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് ഈ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും കൂടെ നമ്മൾ ചേർത്ത് സിഗ്മ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആയിട്ട് കോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് J = σE എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നു. E എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴേക്കും ചാർജസ് മൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് സിസ്റ്റം റെസ്പോൺസ് അല്ലേ? ഹൗ ദി സിസ്റ്റം റെസ്പോൺസ് ടു ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് സിഗ്മ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയാം. ഇൻ ജനറൽ ഫോം, ഇൻ വെക്റ്റർ ഫോം, ഓംസ് ലോ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് J = σE. ഇതാണ് ഓംസ് ലോയുടെ യഥാർത്ഥ ജനറലൈസ്ഡ് വെർഷൻ. അപ്പോൾ ഈ വെർഷൻ പറയുന്നത് ഒരു കണ്ടക്ടർ എടുക്കുന്നു, ആ കണ്ടക്ടറിലോട്ട് ഞാൻ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യണം, എന്നാൽ അത് എത്രമാത്രം കറണ്ട് തരും. അപ്പോൾ അത് എത്രമാത്രം കറണ്ട് തരും എന്ന് ഫിക്സ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ജനറലി ആ സിഗ്മയെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ടെൻസർ എന്നാണ് പറയുക. അത് വെക്ടറോ അല്ല, സ്കെലാറോ അല്ല, ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്. ടെൻസർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഹയർ ക്ലാസ്സസിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സിഗ്മ എന്ന് പറയുന്നത് വെക്ടറോ അല്ല, സ്കെലാറോ അല്ല, അതൊരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ടെൻസർ എന്ന് പറയും. അപ്പോൾ 1/σയെ നമ്മൾ ഓഫൺ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. റോ എന്ന് പറഞ്ഞ റെസിസ്റ്റിവിറ്റി. ഈ ചാപ്റ്ററിൽ നമ്മൾ സിഗ്മയെ കാട്ടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക റോയ്ക്കാണ്. ഓക്കെ, 1/σ അതായത് റോ, അതിന് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. അപ്പം സിഗ്മ നമ്മുടെ ഓംസ് ലോയുടെ ഒരു സിംഗിൾ ലൈനിൽ ഓംസ് ലോ എന്താണെന്ന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, സിഗ്മ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഓംസ് ലോയുടെ ഹാർട്ട്. ഓംസ് ലോയുടെ ഐഡിയ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഓംസ് ലോ. പിന്നെ നമുക്ക് ഓംസ് ലോയുടെ സ്പെഷ്യൽ വെർഷൻ, അതിന് സിമ്പിൾ വെർഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കാൻ ജസ്റ്റ് ഒരു കണ്ടക്ടർ എടുക്കുന്നു. ആ കണ്ടക്ടറിന് നമ്മൾ ബാറ്ററിയുടെ 2 എൻഡിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് കാണും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ടു ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ആ ഒരു കണ്ടക്ടറിന്, ഇതൊരു കണ്ടക്ടറാണ്, ഈ കണ്ടക്ടറിന് L ലെങ്തും A ആണ് എൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മളൊരു V എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്കറിയാം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ അറിയാം, ആ പൊട്ടൻഷ്യൽ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന ലെങ്ത് അറിയാം. എന്നാൽ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള സിമ്പിൾ റിലേഷൻ നമുക്ക് ഓർക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടർ. അപ്പോൾ നമുക്ക് V/L എന്ന് എഴുതാം.
ഈ ഒരു ഫോർമുല നമുക്ക് ജസ്റ്റ് ബേസ് ആയിട്ട് നമുക്ക് വെച്ചിരിക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കറണ്ട് എങ്ങനെ പോകുന്നു, അതെന്താ പറയുക, അത് ഓംസ് ലോ പറയാം. അപ്പോൾ ഓംസ് ലോ ഉണ്ട്, സിമ്പിളായിട്ട് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷനുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോർമുല വെച്ച് നമുക്ക് ഈ ഓംസ് ലോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് സിഗ്മ ഇക്ക് പകരം V/L എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ജെയുടെ ഡെഫിനിഷനാണ്, ജെ ഈസ് കറണ്ട് ഡെൻസിറ്റി, കറണ്ട് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ ഇടുന്നു V/L. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് സിഗ്മയെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പം നമുക്ക് വി എന്ന് പറയുന്നതിന് ഒരു സൈഡ് കൊണ്ടുവരാം. വിയെ ഒരു സൈഡ് കൊണ്ടുവരുമ്പോഴേക്കും 1/σ/L/A, ബാക്കിയുള്ളതിനെല്ലാം ഒരു സൈഡ് കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ ഐയും കൂടെ ഉണ്ട്. അപ്പോൾ 1/σ ഓൾറെഡി നമുക്കറിയാം. 1/σയെ നമ്മൾ ഇൻവേഴ്സ് ഓഫ് കണ്ടക്ടിവിറ്റി നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നാണ് കോൾ ചെയ്തത്. അപ്പം വി ഈക്വൽസ് റോ ടൈംസ് L/A മൾട്ടിപ്ലൈഡ് ബൈ ഐ. അപ്പോൾ ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. പൊട്ടൻഷ്യൽ റോ L/A ടൈംസ് ഐ. പിന്നെ റോ L/A എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ ഒരു പുതിയ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക, അതിന് ആർ എന്ന് പറയും. ഈ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് ഞാൻ വിളിക്കുന്നു. റെസിസ്റ്റൻസ് റോ L/A. അപ്പോൾ ഇനി മുതൽ റോ L/Aക്ക് ആ ഒരു യൂണിറ്റിനെ ഞാൻ ആർ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതിന് പകരം വി ഈക്വൽസ് ആർ ഐ. ഇതാണ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഓംസ് ലോ. നമ്മൾ സാധാരണ 10th ക്ലാസ്സിലും ഇതിനു മുന്നേയും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈക്വൽസ് ആർ ഐ ആണ്. അത് സത്യം പറഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഈക്വൽ സിഗ്മ ഇ അതിൻ്റെ ഒരു സിമ്പിൾ ഒരു സ്പെഷ്യൽ കേസാണ്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു, യൂണിഫോം ആയിട്ട് വരുന്നു, ഒരു യൂണിഫോം ലെങ്ത് വരുന്നു. അങ്ങനത്തെ സ്പെഷ്യൽ കേസിൽ മാത്രം നമുക്ക് ജെ ഈക്വൽ സിഗ്മ ഇ ഈ ഒരു സിമ്പിൾ ഫോമായിട്ട് മാറുന്നു, വി ഈക്വൽസ് ആർ ഐ. അതായത് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് കറണ്ട് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ വരിക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് ആറിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വിളിക്കുന്നു, 1/r നമ്മൾ കണ്ടക്ടൻസ് ആയിട്ട് വിളിക്കുന്നു. സിഗ്മയെ കണ്ടക്ടിവിറ്റി ആയിട്ട് വിളിച്ചു, 1/σയെ റെസിസ്റ്റിവിറ്റി ആയിട്ട് വിളിച്ചു അല്ലേ. അപ്പോൾ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി റോ ഓം മീറ്റർ, SI യൂണിറ്റ് ഓഫ് സിഗ്മ അതായത് കണ്ടക്ടൻസ് ഓം മീറ്റർ ഇൻവേഴ്സ് അല്ലേ. ഇനി ഓംസ് ലോയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറുകളിൽ വർക്ക് ചെയ്യും. പക്ഷേ എല്ലാ മെറ്റീരിയലും കണ്ടക്ടർ അല്ല അല്ലേ. നമുക്ക് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്, പിന്നെ ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. അപ്പം പല മീഡിയം ഉണ്ട്. അപ്പം നമുക്ക് പറയാം ഓംസ് ലോ ഫെയിൽ ചെയ്യുന്ന കുറേ മീഡിയംസ് ഉണ്ട്. ഓംസ് ലോ വർക്ക് ചെയ്യുന്നത് കണ്ടക്ടേഴ്സിലാണ്, പക്ഷേ ഓംസ് ലോ ഫെയിൽ ചെയ്യുന്നത് ആണ് മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ അവൈലബിൾ ടു അസ്. അപ്പോൾ ഓംസ് ലോ ഫെയിൽ ചെയ്യുന്ന മെറ്റീരിയൽ ഏത് നോക്കാം. ഓംസ് ലോ ഫെയിൽസ് ഫോർ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സൊല്യൂഷൻസ്, ഗ്യാസസ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇത്രയും മെറ്റീരിയലിൽ ഓംസ് ലോ ഫെയിൽ ചെയ്യും. അപ്പോൾ നമുക്കറിയാവുന്ന ഒട്ടുമിക്ക മെറ്റീരിയലിലും ഓംസ് ലോ ഫെയിൽ ചെയ്യും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടർ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഓംസ് ലോ ഫങ്ഷൻ ചെയ്യൂ, അല്ലെങ്കിൽ ഓംസ് ലോ ഹോൾഡ് ചെയ്യൂ. ഇനി അടുത്ത് നമുക്ക് റെസിസ്റ്റൻസും ഓംസ് ലോയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഒരു കണ്ടക്ടർ എടുത്തു. അപ്പോൾ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. നമുക്ക് ഒരിക്കലും എഴുതാം. അപ്പോൾ ആർ ഈക്വൽസ് റോ L/A, റെസിസ്റ്റിവിറ്റി ലെങ്ത് ഏരിയ. അപ്പോൾ നമുക്ക് ഈ L/A ഒരു മെറ്റീരിയലിൻ്റെ ലെങ്തും ഒരു മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയയും, ഇതിന് നമ്മൾ ജോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിൻ്റെ ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഈ ഫോർമുല വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഗസ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് റോ നമ്മൾ ഓൾറെഡി കണ്ടു. റോ ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് ഡെൻസിറ്റി, മാസ് ഓഫ് ദി ചാർജ് കാരിയർ ആൻഡ് കൊളിഷൻ ടൈം. അതുകൊണ്ട് റോ എന്ന് പറയുമ്പോൾ ഓരോ മെറ്റീരിയലിനും വേറെയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിപ്പെൻഡൻറ്റുമാണ്. ഓരോ മെറ്റീരിയലിനും വുഡിന് ഒരു ടൈപ്പ് റെസിസ്റ്റൻസ് ആവാം, ഇനി അടുത്ത് കോപ്പറിന് ഒരു ടൈപ്പ് റെസിസ്റ്റൻസ് ആവാം. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ ഡിപ്പെൻഡൻറ്റുമാണ്, ജോമെട്രി ഡിപ്പെൻഡൻറ്റുമാണ്. ഇനി ഫൈനലി നമുക്ക് ഓൾറെഡി അറിയാം ടൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരീസ് ആസ് പെർ ദ ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ മാറുമ്പോഴേക്കും ടൗവും മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോബ്ലം നോക്കാം. അത് സ്ട്രെച്ചിങ് എ വയർ എന്ന് പറയും. ഒരു വയർ നമ്മളിലുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ബേസ്ഡ് ഓൺ ലെങ്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു വയറുണ്ട്. ആ വയറിൻ്റെ ലെങ്ത് L1ഉം ക്രോസ് സെക്ഷൻ ഏരിയ A1ഉം ആണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ മെല്ലെ സ്ട്രെച്ച് ചെയ്യുകയാണ്. പിന്നെ സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ലെങ്ത് L2 ആയെന്ന് വിചാരിക്കുക. ഇത് കുറച്ചും കൂടെ നീണ്ടപ്പോഴേക്കും L1നെ കാട്ടിയും L2 ആയി, പക്ഷേ ഏരിയ കുറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ എന്ത് പറ്റും, നമ്മൾ പുതുതായിട്ട് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്തില്ല.
അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ മെറ്റീരിയലിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ ലെങ്ത് ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കേസിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ മാറും എന്നാണ് നമ്മൾ ഗസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് എഴുതി. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ നമ്മൾ സ്ട്രെച്ച് ചെയ്താലും സ്ട്രെച്ച് ചെയ്തില്ലെങ്കിലും ചൂടാക്കാത്ത പക്ഷം റോ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മാറാൻ പോകുന്നില്ല, അല്ലേ? നമ്മൾ അതിനെ അടിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റോ മാറില്ല. അപ്പോൾ റോ നമ്മൾ സ്ട്രെച്ച് ചെയ്തെന്ന് പറഞ്ഞ് ഈ റോ എന്ന് പറയുന്ന കാര്യം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നിന്ന് ഈ ഒരു കേസിലോട്ട് അതിൻ്റെ റെസിസ്റ്റൻസിന് മാറ്റം വരുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എൽ ബൈ എ എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഏരിയ ടൈംസ് ലെങ്ത്, അല്ലേ? ഏരിയ ടൈംസ് ലെങ്ത് എന്താ? വോളിയൂം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന് എങ്ങനെ എഴുതാം? റോ ബൈ എ എല്ലും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് റോ ബൈ വോളിയൂം എന്ന് എഴുതാം. നമുക്കറിയാം വോളിയൂം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ റോയും കോൺസ്റ്റന്റ് ആണ്, വോളിയൂം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ലെങ്ത്. ലെങ്ത് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4 മടങ്ങ് കൂടും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് സ്ട്രെച്ചിങ് ഓഫ് എ വയർ. ഇനി അടുത്ത് ഏരിയ ആയിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ ഏരിയ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന് ഏരിയ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഏരിയ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ എ ഇൻറ്റു എൽ എന്ന് പറയും. എ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എന്താ? വോളിയൂമായി ഡിവൈഡ് ബൈ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റോ ഇൻറ്റു വോളിയൂം. വോളിയൂം കോൺസ്റ്റന്റ് ആണ്, അല്ലേ? സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും വോളിയൂം കോൺസ്റ്റന്റ് ആണ്, റോയും കോൺസ്റ്റന്റ് ആണ്, റോയ്ക്ക് മാറ്റമില്ല. ഈ രണ്ട് ക്വാണ്ടിറ്റീസും കോൺസ്റ്റന്റ് ആണ്, ഡിവൈഡ് ബൈ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ സ്ക്വയർ, അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ സ്ക്വയർ എന്നായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആയിരിക്കും, പൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് എ എന്ന് പറയുന്ന പൈ ആർ സ്ക്വയർ ആയി. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ ആർ റൈസ് ടു 4. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് റേഡിയസ്. അതായത് നമ്മൾ ഒരു മെറ്റീരിയലിനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെങ്തിന് സ്ക്വയർ ആയിട്ട് കൂടുകയും അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ, അതായത് അതിൻ്റെ ഡയമീറ്ററോ റേഡിയസോ അതിന് 4 ഇരട്ടി കുറയുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷനാണ് സ്ട്രെച്ചിങ് ഓഫ് എ വയർ, how it depends on the length and also the area of cross section. ഇനി അടുത്ത് നമുക്ക് ഓംസ് ലോയുടെ കുറച്ച് ഗ്രാഫ്സ് നോക്കാം. ഓംസ് ലോയുടെ ഗ്രാഫ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 മെറ്റീരിയൽ ഉണ്ട്, സെമി കണ്ടക്ടറും കണ്ടക്ടറും. നമുക്കറിയാം V = IR. അപ്പോൾ നമുക്ക് എന്താ വരച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ വിയും വൈ ആക്സിസിൽ ഐയും ആണ് വരച്ചിട്ടുള്ളത്. അത് സെമി കണ്ടക്ടറിലും കണ്ടക്ടറിലും എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് എക്സ്പെരിമെന്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ നോക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് പ്ലോട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിന്റെ കേസിൽ അത് ഒരു കർവ് ആയിട്ടാണ് കിട്ടുക. ആ കർവിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, അത് നോൺ ലീനിയർ ബിഹേവിയർ എന്ന് പറയാം. നേരെ മറിച്ച് നമ്മൾ കണ്ടക്ടർ എടുക്കുമ്പോഴേക്കും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു, ലീനിയർ ബിഹേവിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുന്നു. അതായത് ഓംസ് ലോ ഡയറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർ ബിഹേവിയർ കാണിച്ചത് കൊണ്ട് കണ്ടക്ടർ ഈസ് ഓമിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇതൊരു നോൺ ലീനിയർ ബിഹേവിയർ കാണിച്ചത് കൊണ്ട് സെമി കണ്ടക്ടർ ഫെയിൽസ് ഓംസ് ലോ, അല്ലെങ്കിൽ ഓംസ് ലോ ഈസ് ഫെയിൽ ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ, ഓർ സെമി കണ്ടക്ടർ ബിലോങ്സ് ടു നോൺ ഓമിക് മെറ്റീരിയൽ. സെമി കണ്ടക്ടർ നോൺ ഓമിക് ആണ്, കണ്ടക്ടർ ഓംസ് ലോ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഓമിക് മെറ്റീരിയൽ എന്ന് പറയുന്നു. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റോ. നമുക്കറിയാം റോ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടക്ടറിൻ്റെ റോയുടെ വാല്യൂ എഴുതാം. നമ്മൾ മൈക്രോസ്കോപ്പിക് മോഡൽ അനുസരിച്ച് 2m / ne² ടൗ ആണ്. സിഗ്മയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതിനെ ഇൻവേഴ്സ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ ഞാൻ ടൗവിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ടൗവിനെ നമ്മൾ കൊളിഷൻ ടൈം എന്നാണ് പറയുക. ഇനി ഞാൻ ടെമ്പറേച്ചർ ഒരു കണ്ടക്ടർ എടുത്തു, ആ ടെമ്പറേച്ചർ അതിന് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോഴേക്കും അതിന് ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇലക്ട്രോൺസ് കുറച്ച് സ്പീഡ് കൂടി, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് അതിൻ്റെ തെർമൽ മോഷൻ, അതിൻ്റെ എനർജി കൂടി. ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടി എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി കൂടി, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി. കൈനറ്റിക് എനർജി കൂടുമ്പോഴേക്കും കൊളിഷൻ ബിക്കംസ് മോർ ഫ്രീക്വൻറ്റ്, അതായത് 2 കൊളിഷൻ ഇടയ്ക്കുള്ള സമയം കുറയുന്നു, അതായത് ടൗ കൊളിഷൻ ടൈം കുറഞ്ഞു. ഈ കൊളിഷൻ ടൈം കുറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ ഇട്ട് എന്ത് പറ്റും? ഈ ക്വാണ്ടിറ്റിയുടെ ഫുൾ മാഗ്നിറ്റ്യൂഡ് കൂടി, അതായത് റോ കൂടി, അല്ലേ?
റെസിസ്റ്റിവിറ്റി കൂടി, ടൗ പറഞ്ഞപ്പോഴേക്കും റെസിസ്റ്റിവിറ്റി കൂടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയും കൂടുന്നു. ഒരു മെറ്റീരിയൽ, ഒരു കണ്ടക്ടറിനെ എടുത്ത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ റോ അറ്റ് ആൻ ആർബിട്രറി ടെമ്പറേച്ചർ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റോ അറ്റ് ടി നോട്ട് പ്ലസ് ആൽഫ ടി മൈനസ് ടി നോട്ട്. ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നു. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പം ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിക്ക് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ഒന്നി അത് പോസിറ്റീവ് ആവും, ഒന്നി നെഗറ്റീവ് ആവും. പോസിറ്റീവ് ആവണമെങ്കിൽ ആ മെറ്റീരിയലിന് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നു. നെഗറ്റീവ് ആവണമെങ്കിലോ അതിനെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. സിമ്പിളാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ ചൂടാക്കുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടുകയാണ്, എന്നാൽ അത് കണ്ടക്ടറായി. നേരെ മറിച്ച് നമ്മൾ ചൂടാക്കുമ്പോഴേക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു, എന്നാൽ ആ മെറ്റീരിയലിനെ നമ്മൾ ആൽഫ വാല്യൂ നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നു. അത് ഒരു സെമി കണ്ടക്ടർ ആവാനാണ് മാക്സിമം പോസിബിലിറ്റി. ഇനി ഇത് നമുക്ക് ഗ്രാഫുകൾ നോക്കാം. അപ്പോൾ നമുക്ക് 3 ഗ്രാഫുകളാണ് നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കണ്ടക്ടറിന് നോക്കാം. അപ്പോൾ കണ്ടക്ടർ നമുക്കറിയാം ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെ? ആൽഫ വാല്യൂ പോസിറ്റീവ് ആണ്. ആൽഫ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടക്ടറിന് ഒരു നോൺ ലീനിയർ, വളരെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കർവാണ്, അല്ലേ? ആദ്യം ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പോണൻഷ്യലായിട്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ അത് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലേ? ഈ ഒരു ലിമിറ്റിൽ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ലീനിയർ ബിഹേവിയർ. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി. ഇനി അടുത്ത് നമുക്കുള്ളത് സൂപ്പർ കണ്ടക്ടർ ആണ്. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടറിന് ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ TC എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരെ അതിന് 0 റെസിസ്റ്റിവിറ്റി ആണ്. പക്ഷേ ആ ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടക്ടർ പോലെ ബിഹേവ് ചെയ്യും, അല്ലേ? അപ്പം അതിനുശേഷം കണ്ടക്ടറിനെ പോലത്തെ ആൽഫ വാല്യൂ, ഇവിടെ ആൽഫ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും ഇവിടെ ആൽഫ വാല്യൂ 0യും ആണ്. ഓക്കെ, ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നില്ല റെസിസ്റ്റിവിറ്റി. ഇവിടെ ടെമ്പറേച്ചർ അനുസരിച്ച്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ആൽഫ വാല്യൂ പോസിറ്റീവ്, ആൽഫ വാല്യൂ 0. ഹിയർ ആൽഫ വാല്യൂ ഇസ് പോസിറ്റീവ്. പിന്നെ ഫൈനലി നമുക്ക് സെമി കണ്ടക്ടർ ആണുള്ളത്. ഈ സെമി കണ്ടക്ടറിന് എന്ത് പറ്റും? സെമി കണ്ടക്ടറിന് നമുക്കറിയാം ആൽഫ വാല്യൂ നെഗറ്റീവ് ആണ്. ആൽഫ വാല്യൂ നെഗറ്റീവ് എന്ന് പറയുമ്പോഴേക്കും ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും റെസിസ്റ്റിവിറ്റി കുറയണം, അല്ലെ? നെഗറ്റീവ് സ്ലോപ്പ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൽഫ വാല്യൂ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി.